ഹായ് MC ജിതിൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ത്രില്ലർ സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി എന്നുള്ളത്. നസ്രിയ അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഒക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിത്രത്തിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേര് എന്നുള്ളത് പ്രിയദർശിനി എന്നുള്ളതാണ്. അവൾ ഒരു വില്ലയിലാണ് താമസിക്കുന്നത്. അവൾക്കൊരു ഹസ്ബൻഡ്, ഒരു മകളൊക്കെയാണുള്ളത്. ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ നായികയുടെ അയൽപക്കത്തായിട്ട് പെട്ടെന്ന് ഒരു അമ്മയും മകനും താമസത്തിനായിട്ട് എത്തുകയാണ്. അതായത് മാനുവലും, അത് നമ്മുടെ ചിത്രത്തിലെ നായകനാണ്, ബേസിൽ ജോസഫാണ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയും കൂടിയാണ് ആ ഒരു അയൽപക്കത്ത് നെയ്ബറായിട്ട് താമസത്തിനെത്തുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മുടെ നായികയ്ക്ക് ചെറിയൊരു ഡൗട്ട്, നമ്മളുടെ ഈ മാനുവലിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതയില്ലേ, അവൻ്റേതായിട്ടുള്ള കുറച്ച് നിഗൂഢ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നായികയ്ക്ക് ഒരു ആകാംക്ഷയും തോന്നുകയാണ്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും നിഗൂഢത നമ്മുടെ നായകനുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അതെന്താണ് എന്നൊക്കെ തന്നെ വളരെ സസ്പെൻസ്ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലൻ സിനിമയാണ്. അതായത് ഒരു ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിച്ചു പോകുന്ന പ്രേക്ഷകനെ യാതൊരു വിധത്തിലും തുടക്കം തൊട്ട് അവസാനം വരെയും ബോറടിപ്പിക്കില്ല ഈ ഒരു ചിത്രം. അതാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്നുള്ളത്. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയും തിരക്കഥയുമാണ് ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമയ്ക്കൊത്ത് ഇഴുകിച്ചേരാൻ സാധിക്കും. കാരണം എന്നുള്ളത്, ഇതിൻ്റെ അകത്ത് നായികയ്ക്കുണ്ടാകുന്ന ആ ഒരു ആകാംക്ഷ പ്രേക്ഷകനുമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മാനുവലിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അതെന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്കും തോന്നിപ്പിക്കാൻ വേണ്ടി ആ റൈറ്റിങ്ങിന് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. അങ്ങനെ അത് പതിയെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും വളരെ സസ്പെൻസ്ഫുള്ളാണ്, നമുക്ക് അങ്ങോട്ട് പിടികിട്ടിയല്ല. എന്നാൽ ഏകദേശം മനസ്സിലായി നായകനെ ചുറ്റിപ്പറ്റി ഇതാണ്ട് ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും പിന്നീട് അങ്ങോട്ട് കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടേൺസ് ഒക്കെ വെച്ചിട്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു തരി പോലും ബോറടിയില്ല. അതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. കൂടാതെ ഈ തിരക്കഥ എന്നുള്ളൊരു കാര്യവും പറയണം, പക്ക എൻ്റർടൈനിങ് ആണ് കേട്ടോ. ഏത് ഫ്രെയിം എടുത്തു കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹുക്ക് ചെയ്യിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എൻഗേജിങ് ആക്കി ഇരുത്തുന്ന കുറേ മൊമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ തിരക്കഥയിലൂടെ കഥയൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ പ്രകടനങ്ങളുടെ കാര്യവും എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫിനെ തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഒരു ബേസിൽ ജോസഫ് സിനിമ അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ വരുന്ന സിനിമയാകട്ടെ, അല്ലെങ്കിൽ ഒരു നായക നടൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉള്ള ഒരു സിനിമ ആയിക്കോട്ടെ, അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിയാം ആ സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ കാണുമെന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്നുള്ള ഒരു കാര്യം എപ്പോഴും മികച്ച രീതിയിൽ നിൽക്കാറുണ്ട്. ആ സംഭവം തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്നുള്ളതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മാനാണ് അദ്ദേഹം. നല്ല രസമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കൂടാതെ നസ്രിയയുടെ കാര്യവും പറയണം. തുടക്കത്തിലൊക്കെ തന്നെ കുറച്ച് ഓവർ ക്യൂട്ട്നെസ് ഒക്കെ ആയിട്ട് തോന്നി എനിക്ക് പേഴ്സണലി. എന്നാലും മുന്നോട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു പ്രകടനവും കാര്യങ്ങളും. എസ്പെഷ്യലി ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആക്ട്രസിൻ്റെ ഷോൾഡറിലാണ് സിനിമയുടെ കഥ മൊത്തത്തിൽ എന്ന് വേണമെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും പറയാം. നല്ല നീറ്റും വെടിപ്പുമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഇവർ മാത്രമല്ല, കുറച്ചും കൂടി താരങ്ങളൊക്കെ ഉണ്ട്. എടുത്തു പറയേണ്ടത് മെറിൻ ഫിലിപ്പ്, അതുപോലെ തന്നെ അഖില ഭാർഗവൻ, കോട്ടയം രമേശ്, സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ നായകൻ്റെ അമ്മച്ചിയായിട്ട് എത്തുന്ന ആ ഒരു ആക്ട്രസ്, ഇവരുടെയൊക്കെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കൊണ്ടും അത്യാവശ്യം പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യും. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ പ്രകടനം എന്നുള്ളതും നമ്മളെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് പിടിച്ചിരുത്തുന്നതിനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി എടുത്തു പറയേണ്ടത് എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്നു. എങ്കിലും ക്രിസ്റ്റോ സേവിയറിൻ്റെയാണ് മ്യൂസിക് വർക്ക് എന്നുള്ളത് ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതെപ്പോഴും ആ ഒരു കഥയും പ്രകടനം എന്നതുപോലെ തന്നെ പ്രേക്ഷകരെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു എലമെൻ്റ് എന്നുള്ളതാണ് ഈ മ്യൂസിക് വർക്ക് എന്നുള്ളത്. ഗംഭീരമാക്കി തന്നെയാണ് ആ ഒരു ത്രില്ലിംഗ് ബീജിയംസും മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. കൂടാതെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, എഡിറ്റിംഗ് ആകട്ടെ, ഇതൊക്കെ തന്നെ മികച്ച രീതിയിൽ നിന്നിട്ടുള്ള ഒരു ചിത്രമാണ്. മൊത്തത്തിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും ഒരു സ്റ്റാൻഡേർഡ് സിനിമയാണ്. അതായത് നിങ്ങളെ തുടക്കം തൊട്ട് അവസാനം വരെയും മുഷിപ്പില്ലാതെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയെന്ന് തന്നെ സൂക്ഷ്മദർശിനിയെ പറയാൻ സാധിക്കും. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപോകുക. പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഓക്കെയാണ്. കാരണം സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് സിനിമ കണ്ട് തീർത്തിറങ്ങി കഴിയപ്പോൾ എനിക്ക് പേഴ്സണലി കിട്ടി. കൂടാതെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിരിക്കും, അല്ലെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കും. അത്തരത്തിലുള്ള കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് എന്നും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരു റെക്കമെൻഡേഷൻ കൂടി ചെയ്യുകയാണ്. ഒരു മസ്റ്റ് വാച്ച് കാറ്റഗറിയിൽ കൂടിയാണ് ചിത്രത്തെ ഉൾപ്പെടുത്തുന്നത്. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫാമിലി
ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാൻ സാധിക്കും. കുടുംബമൊക്കെ ആയിട്ട് പോയിരുന്ന എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ത്രില്ലർ ചിത്രം കൂടിയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 8 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10 തീർച്ചയായിട്ടും കണ്ടു തന്നെ നോക്കുക, തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും എത്താം. ബൈ.